നമസ്കാരം. കേരളത്തിന്റെ മലയോര മേഖലകളിൽ തയ്യാറാക്കുന്ന ഒരു പ്രധാന വിഭവമാണ് പോർക്ക് അഥവാ പന്നി ഉലർത്തിയത്. ഫാമിൽ വളർത്തുന്ന പന്നിയുടെ ഇറച്ചി തനി നാടൻ ശൈലിയിൽ തയ്യാറാക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. സിബി വേങ്ങപ്പള്ളിൽ പ്രിപ്പയർ ചെയ്യുന്ന പോർക്ക് ഉലർത്തിയതിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫുഡ് ആൻഡ് മൂവിക്ക് വേണ്ടി ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഫുഡ് ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു പന്നി ഉലർത്തലാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം പറയാം. ഒന്ന്, പന്നി വേണം നമുക്ക്, നല്ല പന്നി അത് വളരെ ചെറുതായി മുറിക്കണം. അതിൽ കൂടുതൽ പിന്നെ നമുക്ക് വേണ്ടത് അതിൽ വറുത്തിടാൻ വേണ്ടി തേങ്ങ വേണം, പിന്നെ വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി നമ്മൾ ചതയ്ക്കരുത്, അത് അല്ലാണ്ട് തന്നെ ചെറിയതായി കട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഇഞ്ചിയും വളരെ ചെറുതായി കൊത്തി അരിഞ്ഞത്, പച്ചമുളക് വേണം. പിന്നെ വേണ്ടത് നമുക്ക് ഗരം മസാലയാണ് വേണ്ടത്. അക്കൂട്ടത്തിൽ പിന്നെ കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതിന് ഉപയോഗിക്കുന്നില്ല. നെയ്യ് മാത്രം ഇത് ഉരുക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ നെയ്യ് ഊറ്റി കളഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ഇത് കറിയിലേക്ക് വെക്കുന്നത്. ഇത് ഒരു വീഡിയോയിലും കാണുന്നില്ല. ഇതിൽ നമ്മളിപ്പോൾ ഒരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല. മാത്രമല്ല ഇത് നമ്മളൊന്ന് ഉരുക്കുന്നത്, ഇത് നല്ലോണം ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉരുക്കുന്നത്. ഇറച്ചി ഇടാൻ വേണ്ടി പോവുകയാണ്. അല്പം വെള്ളമുണ്ട്, സാരമാക്കണ്ട, വെള്ളത്തിൽ അതങ്ങ് വെന്തോടും. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരല്പം കാശ്മീരിയാണ് ഇടുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ മല്ലിപ്പൊടി ഇടരുത്. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയുടെ രൂപം തന്നെ മാറിപ്പോവും. അതുകൊണ്ട് മുളക് പൊടിയും മഞ്ഞളും മാത്രം ഇടുക. ഇട്ട് വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് നമ്മളിത് വേവിക്കുക. ഇനി ഇത് അടച്ച് വെച്ച് നമ്മൾ ചെറുതീയിൽ വേവിച്ചെടുക്കുക. ഇതിൻ്റെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതിനകത്ത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിൻ്റെ ഈ ഇറച്ചിയിലുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് വേകുന്നത്, പിന്നെ അതിൻ്റെ നെയ്യും. ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. അങ്ങനെ പന്നി വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഇത് മാറ്റി നമുക്ക് ബാക്കി പണി വരെ ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളതിനകത്ത് കടുകിടും, അല്പം ഉലുവയും കൂടെ ചേർക്കും. നമ്മൾ കടുകിടുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ നമ്മളൊരല്പം ഉലുവായും ഇട്ടു. നമ്മൾ തേങ്ങ ഇടുകയാണ്. കരിയാപ്പില നമ്മളെ കൂട്ടത്തിലിട്ടു. ചെറുതായിട്ടൊന്ന് പാറ്റിടുകയാണ്. ചെറു തീയെ ഇതിന് പാടുള്ളൂ. വലിയ തീയാണെങ്കിൽ ഇത് കരിഞ്ഞു പോവും. കരിഞ്ഞു പോകരുത്, ഒരുപാട് ചുവന്നും പോകരുത്. ചെറിയുള്ളി ഇടുകയാണ്. കൂട്ടത്തിൽ തന്നെ നമ്മൾ അല്പം സവോള വളരെ ചെറുതായി കനം കുറച്ചരിഞ്ഞതാണ്. ഒരുപാടാകരുത്, അത് കുറച്ചേ പാടുള്ളൂ. ഉള്ളി ഏതാണ്ട് വഴന്നു കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി നമ്മൾ ചെറുതായി അരിഞ്ഞതാണ്, ചതച്ചത് ഇടരുത്. അതുപോലെ തന്നെ ഇഞ്ചി നമ്മളതിലേക്ക് ഇട്ടു. ഇനി നമ്മൾ മസാലകൾ ഓരോന്നോരോ ചേർക്കരുത്. ഗരം മസാലയാണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഗരം മസാല നമുക്ക് കുറച്ചിട്ടാൽ മതി. ഒരല്പം മീറ്റ് മസാലകൾ ഇടാൻ കിട്ടണം, കാരണം വേറെ നമ്മൾ മല്ലിപ്പൊടി ഒന്നും ഇടാത്തതുകൊണ്ട് ലേശം മീറ്റ് മസാല എന്തായാലും ഇടുന്നതാണ്. അതിനുശേഷം കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് ഇതിനേറ്റവും കൂടുതൽ ഹൈലൈറ്റ്, കൂടുതൽ വേണ്ടത്. ഇത് നല്ലോണം നമ്മൾ വഴറ്റി. മസാലകളെല്ലാം മൂത്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ഒരല്പം ഇതിൻ്റെ നെയ്യ് ചേർക്കുകയാണ്.
ഇനി നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് ഇതിലേക്ക് ഇടുകയാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മളിതൊന്ന് ഇളക്കി നമ്മൾ മിക്സ് ആക്കുക. എരിവ് അല്പം കുറവുണ്ട്. കുരുമുളക് ലേശം കൂടെ ഇടാം. അത് മതിയാവും. ഒരല്പം ഗരം മസാലയുടെ കുട്ടി കൊടുക്കാം. നല്ലോണം മിക്സായി കഴിഞ്ഞാൽ പന്നി ഫ്രൈ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇറക്കി നോക്കാം. ഇതിനോടുകൂടി തന്നെ അത് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് കറക്കും. തണുക്കുന്നതിനനുസരിച്ച് കറുത്തുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ ഒരു ബ്രൗൺ അല്ലേ, ചെറിയ ചുവപ്പ് കൂടിയ ബ്രൗൺ അല്ലേ, അത് ഇരുണ്ട ബ്രൗണായി മാറും. കാര്യമായിട്ട് അവർ നെയ്യോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനുള്ളിൽ. ഇതിനി ഉണങ്ങിക്കൊണ്ടിരിക്കും. ഇനി നമ്മളിത് ഉണക്കാനുള്ള പരിപാടിയാണ്. ചെറു തീയിൽ ഇതിവിടെ ഇരുന്ന് ഉണങ്ങുകയാണെങ്കിൽ തന്നെ ഉണങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരല്പം കരിയാപ്പില ഇതിലിടാം. ഇതൊരല്പം ഒന്ന് കറുപ്പിക്കണമെങ്കിൽ ഒരല്പം കുരുമുളക് കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. പന്നി ഫ്രൈ സൂപ്പറാണ്. എല്ലാ മസാലകളൊക്കെ റെഡി തന്നെയായിരുന്നു. ഉപ്പൊന്നും ഒട്ടും കൂടുതലില്ല. ഇതിരുന്ന് ഉണങ്ങും. ഇനി ഉണങ്ങി കഴിയുമ്പോൾ വളരെ മനോഹരമായിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും അടിപൊളി ഫുഡ് മേക്കിംഗ് വീഡിയോയുമായി എത്തുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.